പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ നൊവേനയുടെ 6-ാം ദിവസമായിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 48-ാം തിരുവചനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. സ്നേഹം നിറഞ്ഞവരെ, പഴയ ഇസ്രായേൽ ജനം ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു ക്രിസ്തുവിൽ പൂർത്തിയാകുന്ന പുതിയ ഇസ്രായേലിനെ കുറിച്ച്. പഴയ ഇസ്രായേൽ ജനം ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിൽ പൂർത്തിയാകുന്ന പുതിയ ഇസ്രായേലിനെ നമ്മൾ കണ്ടുമുട്ടുന്നു. കർത്താവായ ഈശോയാണ് പുതിയ ഇസ്രായേൽ. ആ പുതിയ ഇസ്രായേലിലേക്ക് പരിപൂർണത കണ്ടെത്തുവാനാണ് കർത്താവായ ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഈ പുതിയ ഇസ്രായേലാകുന്ന ക്രിസ്തുവിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർക്ക് കർത്താവായ ഈശോ നൽകുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. ആ 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് നമ്മൾ ശ്രവിച്ചത്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പുതിയ ഇസ്രായേലായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മെ ഈശോ ക്ഷണിക്കുകയാണ്. ഗബ്രിയേൽ മാലാഖയുടെ തിരുവചനത്തിന് ആമേൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ മാതാവ് ആ പരിപൂർണത അനുഭവിച്ചു. പരിശുദ്ധ കർമ്മല മാതാവ് താൻ അനുഭവിച്ച ആ പരിപൂർണതയുടെ, വിശുദ്ധിയുടെ, വിജ്ഞാനത്തിൻ്റെ, പ്രത്യാശയുടെ ആ പരിപൂർണതയാണ് തിരുവുത്തരീയത്തിലൂടെ നമുക്ക് പകർന്ന് നൽകിയിരിക്കുന്നത്. ഈ തിരുവുത്തരീയം ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ പരിപൂർണതയിലേക്ക് നടന്ന് നീങ്ങുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധരിക്കുന്ന തിരുവുത്തരീയം പരിപൂർണതയുടെ അടയാളമാണ്. വിശുദ്ധിയുടെ, വിജ്ഞാനത്തിൻ്റെ, പ്രത്യാശയുടെ അടയാളമാണ്. ഈ അടയാളം ധരിക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയുടെ ധാരാളമായ മാധ്യസ്ഥമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം. നമുക്ക് ഇന്നത്തെ പ്രത്യേക നിയോഗമായി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബജീവിതം നയിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയാണ്. പരിശുദ്ധ കർമ്മല മാതാവ് കുടുംബജീവിതം നയിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും തൻ്റെ തിരുവുത്തരീയത്തിലൂടെ വിശുദ്ധിയിലേക്കും, വിജ്ഞാനത്തിലേക്കും, പ്രത്യാശയിലേക്കും ഈ സഹോദരങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ആമേൻ.